പാവയ്ക്ക ഇഷ്ടമാണോ? പാവയ്ക്ക കൊണ്ട് എന്തൊക്കെ കറികൾ ഇഷ്ടമുണ്ടെന്ന് പറയണേ. അപ്പോൾ ഞാൻ ഇന്ന് പാവയ്ക്കാത്തോരൻ വെക്കാൻ പോവാട്ടോ. ഇവിടെ പാവയ്ക്കാത്തോരൻ അങ്ങനെ വെക്കാറില്ലായിരുന്നു. വെറും പാവയ്ക്കാത്തോരൻ കൂട്ടി തുടങ്ങിയത് ഞാനിവിടെ വന്നേ പിന്നെ കേട്ടോ. ഇവിടെ പാവയ്ക്ക തീയലും അതുപോലെ പാവയ്ക്ക അച്ചാറിടില്ലേ, വെള്ളക്കിട്ട അച്ചാർ, അത് മാത്രമേ പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പൊ പാവയ്ക്ക തോരൻ വെക്കാം. അപ്പൊ നമുക്കിത് കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. ശരിക്കും ഇത് വലിയ കഷ്ണമാക്കി അരിയരുത്. പാവയ്ക്ക തോരൻ വെക്കുമ്പോ ചെറുതാക്കി അരിയണം കേട്ടോ. പണ്ട് വീട്ടിൽ കയ്പം പാവയ്ക്ക ഉണ്ടായിരുന്നു. കയ്പം പാവയ്ക്ക, വെള്ളപ്പാവയ്ക്കേക്കാളും കൂടുതൽ വീട്ടിൽ കയ്പം പാവയ്ക്കായിരുന്നു കേട്ടോ. അപ്പൊ കയ്പം പാവയ്ക്ക തോരൻ വെക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. കയ്പുണ്ടെങ്കിലും നമുക്ക് ഈ തേങ്ങയൊക്കെ ഇട്ടങ്ങ് തോരൻ വെച്ച് തന്നു കഴിഞ്ഞാൽ ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ. വേറെ കറിയൊന്നും വേണ്ട, വേറെ കറിയൊന്നും ഉണ്ടാവരുത് ശരിക്കും പാവയ്ക്കയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ. വേറെ കറി ഉണ്ടെങ്കിൽ പാവയ്ക്കയ്ക്ക് കയ്പാ. അപ്പൊ അങ്ങനെ നമ്മൾ തോരൻ വെച്ചിരിക്കും. പണ്ടതായി ഇങ്ങനെ കൊത്തിയരിയായിരുന്നു. അതിൽ നിന്ന് കുരു എടുത്ത് കളയാണ്ട് കൊത്തിയരിയുമായിരുന്നേ. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കുരുവൊക്കെ പറക്കി കളഞ്ഞിട്ടാണ് കൊത്തിയരിയുന്നത്. ഇരുന്നരിയാന്ന് പറയുന്നത് പ്രയാസമാണ് കേട്ടോ. നിന്നരിയണാണ് സുഖം. പിന്നെ ഞാൻ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നരിയുന്നതാണ്. പണ്ടിങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ കുരു ഒന്നും കളയത്തില്ല. ഇങ്ങനെ വട്ടം വട്ടത്തിൽ ഇങ്ങനെ കൊത്തി കൊത്തി അരിയും. ഇപ്പൊ പിന്നെ അങ്ങനെ അരിയത്തില്ല. കാരണം അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ സമയം പോവും. സമയം പോണതിന്റെ അല്ല, ഇങ്ങനെ കീറി അതിന്റെ കുരു ആദ്യം അങ്ങ് എടുത്ത് കളയും. അപ്പൊ എളുപ്പമുണ്ട് നമുക്ക് കയ്യിൽ പിടിച്ച് അരിയാനേ. അങ്ങനെ വട്ടം വട്ടം കൊത്തി അരിഞ്ഞ് കഴിയുമ്പോ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുരു എടുക്കാൻ പോകണം. പിന്നെ കുറെ ഇങ്ങനെ തെറിക്കും. ആ പരിപാടി എനിക്കിഷ്ടമല്ല. അപ്പം ഇപ്പം പരിക്കാത്തൊക്കെ ആവത്തില്ലയോ. എത്ര ചെറിയ കഷ്ണമായിട്ട് ഇടുന്നോ അത്രയും കയ്പ് കുറഞ്ഞിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ വലിയ കഷ്ണമാകുമ്പോൾ നമ്മുടെ വായിൽ പോകുമ്പോൾ പെട്ടെന്ന് കടിക്കുമ്പോൾ കഴിക്കുമല്ലോ. അപ്പൊ കുറച്ച് തേങ്ങയും കുറച്ച് പാവയ്ക്കയും കൂടെ ആകുമ്പോൾ കയ്പ് കുറവായിരിക്കും. ഇവിടോട്ടുള്ള ആൾക്കാരൊന്നും പാവയ്ക്ക തോരൻ വെച്ച് കഴിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിൻപുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും പാവയ്ക്ക. നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങോട്ട് കറി വെക്കും. ഇവിടെ ഉള്ളവർ തീയലിന്റെ ആൾക്കാരാണ്. പാവയ്ക്ക തീയല്, പാവയ്ക്ക അച്ചാറ്, പാവയ്ക്ക കൊണ്ടാട്ടം ഭയങ്കര ഇഷ്ടമാട്ടോ. പണ്ട് പാവയ്ക്ക ഇങ്ങനെ ഒരുപാട് പാവയ്ക്ക ഉള്ളപ്പം അരിഞ്ഞിട്ട് വെള്ളപ്പാവയ്ക്ക ആണെങ്കിലും കയ്പം പാവയ്ക്ക ആണെങ്കിലും അരിഞ്ഞ് ഉപ്പിലിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അത് ഉണങ്ങി എടുത്തു കഴിഞ്ഞ് കുപ്പിയിലിട്ട് വെക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വറുത്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണങ്ങിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് കൊത്തി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. കത്തിക്ക് മൂർച്ച കുറവാണേ, മൂർച്ച ഉണ്ടാക്കില്ല. കഴിഞ്ഞ ദിവസം ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ അവിടെ കത്തിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കത്തിയൊക്കെ വെക്കുന്ന കുറെ നാളായി അരം മേടിക്കാൻ വേണ്ടി നടക്കുന്നത്, കത്തിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടേ. അപ്പൊ ഇങ്ങനത്തെ അരം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. ഇരുമ്പ് കടയിലൊക്കെ കാണും, പക്ഷെ നമ്മൾ ഇരുമ്പ് കടയിൽ പോകുന്നില്ലല്ലോ. അപ്പൊ അരം കിട്ടിയിട്ടുണ്ട് കത്തിക്ക് മൂർച്ച കൂട്ടാൻ. നമ്മുടെ കത്തി കൊണ്ട് തന്നെ തേച്ചാൽ ഞാൻ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ കല്ലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെ സൂപ്പർ. നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഞാനൊരു സവാളയാണ് കേട്ടോ എടുത്തേക്കണേ. ഉള്ളി ചെറിയ ഉള്ളിയാ, അപ്പൊ അത് അരിയാൻ മടി. അപ്പൊ നമുക്കിതിലേക്ക് ചെറിയൊരു സവാള അതിങ്ങനെ കട്ട് ചെയ്ത്, പിന്നെ നമ്മുടെ കാന്താരി മുളകാണേ. ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചത് കൂടിപ്പോയി. അപ്പൊ കോരി എടുക്കട്ടെ. വീഡിയോ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ വെറുതെ ഇച്ചിരി ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. കറിവേപ്പില ഞാൻ എടുത്തോണ്ട് വന്നില്ല, അതുകൊണ്ട് കറിവേപ്പില ലാസ്റ്റ് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് തന്നെയാണ് അരിഞ്ഞിട്ടത്.
ഇതിന് 1 സ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. എത്ര തേങ്ങ വേണം, കയ്പ്പ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് അവനവന് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഞങ്ങൾ ഇതിനെ തട്ടിപ്പൊത്തുക എന്ന് പറയുന്നത്. അതെങ്ങനെ തട്ടിപ്പൊത്തി മൂടി വെച്ചു. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ പാവയ്ക്ക വേവുന്നതിന്റെ നല്ല മണമാണ്, എനിക്കിഷ്ടമാണ്. മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ്, 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിടണം. അതിനുശേഷം 5 മിനിറ്റും കൂടെ വെച്ചിരുന്നാൽ മതി. ഓക്കെ, റെഡിയാവും. ഇനി കയ്പ്പ് ഇഷ്ടമല്ലാത്തവർ വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം കൊടംപുളിയില്ലേ ഇട്ട് കൊടുത്തു. ചിലപ്പോൾ നല്ലതായിരിക്കും. ഞാനിതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, എനിക്ക് കയ്പ്പ് ഇഷ്ടമായതുകൊണ്ട്. കയ്പ്പ് ഇഷ്ടമല്ല, ഇച്ചിരി കയ്പ്പ് കുറയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പുളി വരുമ്പോൾ അതിന്റെ കയ്പ്പ് കുറയും. അപ്പൊ ദേ നമ്മുടെ കറി എന്തായി നോക്കട്ടെ. അടി പിടിച്ചു. ചിക്കൻ കഴുകാൻ പോയതാണ് കേട്ടോ. 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ്. അടി പിടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടി പിടിച്ച മണം വരുന്നേ ഉള്ളൂ. പക്ഷെ അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഇച്ചിരി കൂടെ ഉണങ്ങിയ ഒരു ടേസ്റ്റ് വരും, എനിക്കിഷ്ടം. അപ്പൊ ഇനിയിപ്പം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല, ഇളക്കിയിട്ട് ഒന്നുകൂടെ. ചിക്കൻ കഴുകാൻ പോയതാണ്. ചിക്കൻ കഴുകി പാവയ്ക്കയുടെ കാര്യം മറന്നുപോയതല്ല, ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പാവയ്ക്ക തോരൻ റെഡിയായി. എന്തൊക്കെ ചെയ്തോ. ചോറിലിട്ട് പുരട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ചോറിലിട്ട് പുരട്ടിയേ തിന്നാവുള്ളൂ. വെറുതെ വാരി തിന്നാൻ നല്ല കയ്പാട്ടോ. കയ്പ് ഇഷ്ടമുള്ളവർക്ക് ഓക്കെയാണ്. കയ്പ് ഇഷ്ടമില്ലാത്തവര് ഞാൻ പറഞ്ഞ പോലെ ഒരു കഷ്ണം കൊടംപുളി ഇട്ട് വെക്കുക. ഇനി അല്ലെങ്കിൽ കുറച്ചധികം തേങ്ങ ഇടുക. നല്ലോണം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കയ്പ് അതിനനുസരിച്ച് കുറയും. എനിക്ക് കയ്പ് ഇഷ്ടമാണ്. ചോറ് വാർത്തിട്ടില്ല, ചോറ് വാർക്കണം. ഇനി ഈ പാവയ്ക്കത്തോരൻ കഴിക്കണത് എങ്ങനെയാന്നും കൂടെ കാണിക്കണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ, നിങ്ങളെ കഴിച്ച് കാണിച്ചില്ല എന്ന് പറയൂലേ. പാവയ്ക്കത്തോരൻ നല്ല കയ്പാണ് എന്ന് പറയാൻ നിൽക്കണ്ട. ചെറിയ കയ്പുണ്ട്, അതായത് കഴിക്കാത്തവര് കഴിക്കുമ്പോൾ നല്ല കയ്പുണ്ട്. പക്ഷേ ഇത് നല്ല കുത്തരി ചോറിലോട്ടിട്ടിട്ട് ചോറും കൂട്ടി നല്ലോണം ഇളക്കി ഒരു പിടിയങ്ങ് പിടിച്ചാലുണ്ടല്ല, ഒരു കയ്പൂല. അതാണ് ഇതിന്റെ ഗുട്ടൻസ്. അപ്പൊ നമുക്ക് പാവയ്ക്കത്തോരനാണ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ലേശം അടി പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അത് സാരമില്ല, അതെല്ലാ വീട്ടിലും സംഭവിക്കുന്ന. പക്ഷെ അടി പിടിച്ചതിന്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അണ്ടങ്ങ് അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് അടിയിലത്തെ തീ കൂടുതൽ ഇരുന്നോട്ട് തോന്നും, അത്രേ ഉള്ളൂ. പാവയ്ക്ക തോരൻ കൂട്ടി ചോറ് തിന്നുന്ന കാണിച്ചു തരാന്ന് പറഞ്ഞു. വേറെ കറിയൊന്നും കൂട്ടരുത് കേട്ടോ. പാവയ്ക്കത്തോരൻ മാത്രമേ കൂട്ടുള്ളൂ. വേറെ കറി വേണമെങ്കിൽ ഇതിലൊഴിച്ച് കഴിക്കരുത്, തൊട്ട് കൂട്ടിക്കോ. വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് തൊട്ട് കൂട്ടണം കേട്ടോ. ഇതിങ്ങനെ ഇടണം, ചോറിലോട്ടിടണം. ഇതാ കണ്ട. അപ്പൊ ഇങ്ങനെ ചോറിലോട്ടിട്ടിട്ട് കുറച്ച് അധികം ഇട്ടു. ഇങ്ങനെ കുഴക്കണം. കണ്ട, പാവയ്ക്കയുടെ കയ്പറിയാതിരിക്കാനാണ് നമ്മൾ ഈ ട്രിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ചിരിച്ച് എടുത്ത് കഴിയാം. വിനു അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ, ചോറിലിട്ട് പറ്റി തിന്നില്ല. അപ്പൊ നല്ല കയ്പറിയാണ്. കണ്ട, ഇങ്ങനെ പറ്റിയിട്ട് ചോറിന്റെ കൂടത്തിൽ ഇങ്ങനെ എടുത്തിട്ട് സൂപ്പറാ. ഇങ്ങനെ വേണം പാവയ്ക്കത്തോരൻ കഴിക്കാം കേട്ടോ. ഇതിന്റെ കൂടെ ഇനി വേറെ കറി വേണമെങ്കിൽ ആ കറി ഇതേ സൈഡിൽ എടുത്ത് വെച്ചിട്ട് ഇച്ചിരി നാരങ്ങാച്ചാറോ പപ്പടോ പിന്നെ വേണേ ചിക്കൻ കറിയോ. ഇവിടെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ, മീൻ കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഞാൻ എടുക്കുന്നില്ല.
എനിക്ക് ഇങ്ങനെ കഴിക്കണതാണ് ഇഷ്ടം. അപ്പൊ ദേ നമ്മുടെ പാവയ്ക്കാത്തോരൻ കൂട്ടി ചോറുണ്ണണയാണേ. 2 മണിയായി. വെള്ളപ്പാവയ്ക്ക കഴിക്കില്ലാത്തവരോട് കയ്പൻ പാവയ്ക്ക തിന്നാൻ പറഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് കയ്പൻ പാവയ്ക്ക ഇഷ്ടമാട്ടോ. അമ്മ വീട്ടിൽ വെക്കണ കയ്പൻ പാവയ്ക്ക. അപ്പൊ ചോറിനട്ടെ. ബൈ.